ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബീഫും പൊറാട്ടയും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ അല്ലേ അത്. മലയാളികളുടെ ഇടയിലൊരു പൊതുവികാരം എന്നൊക്കെയാണല്ലോ അല്ലേ നമ്മൾ അതിനെ പറയാറ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല നാടൻ രീതിയിൽ ബീഫ് വരട്ടിയതും പിന്നെ ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പൊതി പൊറോട്ടയാണ്. പൊറോട്ട ഞാൻ പുറത്തുനിന്ന് മേടിച്ചതാണേ. പൊതി പൊറോട്ട അങ്ങനെ കാണിക്കാൻ മാത്രം ഒന്നുമില്ല, പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കിയപ്പോൾ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കഴിഞ്ഞ നോമ്പിന് എൻ്റെ ഒരു ഇഫ്താർ മെനു വീഡിയോയിൽ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് ബീഫ് വരട്ടിയത് കാണിച്ചിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസത്തിലാണ് ഇന്ന് ഞാൻ ബീഫ് വരട്ടുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാം അതെങ്ങനെയാണെന്ന്. ഇനി ഒരുപാട് ഈസിയും വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികൾ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ എനിക്കതൊരു പ്രോത്സാഹനമാവും. നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം പെട്ടെന്ന് തന്നെ കാണാനും പറ്റും. അപ്പോൾ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഞാൻ 2 കിലോ ബീഫാണ് വരട്ടുന്നത്. 1 കിലോ ബീഫ് വരട്ടുന്നതിന് വേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് താഴെ ഞാൻ കൊടുക്കാം. അപ്പോൾ ആദ്യം ബീഫ് നമുക്ക് കുക്കറിലിട്ട് വേവിക്കണം. ബീഫിൻ്റെ കൂടെ കുറച്ച് ചേരുവകൾ കൂടെ ചേർക്കാം. അതിനായിട്ട് 1 കുടം വെളുത്തുള്ളി, 5-6 പച്ചമുളക്, 1 വലിയ കഷ്ണം ഇഞ്ചി, ഇവയെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ച ബീഫിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 സബോള നൈസായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൈകൊണ്ട് നല്ല പോലെ ഒന്ന് തിരുമ്മി കൊടുക്കാം. ഇനി തരി പോലും വെള്ളം ചേർക്കാതെ നമുക്കതൊന്ന് വേവിക്കാൻ വെക്കാം. ലോ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ ബീഫും മട്ടനൊക്കെ വെള്ളം ചേർക്കാതെയാണ് കുക്കറിൽ വേവിക്കുന്നതെങ്കിൽ ലോ ഫ്ലെയിമിൽ വേവിക്കുന്നതായിരിക്കും നല്ലത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ബീഫിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ വറ്റിയിട്ട് അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അതുമാത്രമല്ല, ലോ ഫ്ലെയിമിൽ നല്ലോണം സമയം എടുത്തിട്ട് ബീഫും മട്ടനൊക്കെ വേവിച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റും ഉണ്ടാകും. അതിനി ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബീഫ് വരട്ടുന്നതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് ചുവന്നുള്ളിയും പിന്നെ 1 കുടം കൂടെ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലേക്ക് മാറ്റാം. 1 കപ്പ് ചുവന്നുള്ളി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 30 എണ്ണമൊക്കെ ഉണ്ടാകും കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകവുമാണ്. നമ്മൾ ഈ ബീഫ് വരട്ടിയതിൽ തക്കാളി ചേർക്കുന്നില്ല. അപ്പോൾ കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് സുർക്കയാണ് ചേർക്കുന്നത്. ഓരോരുത്തരുടെയും പുളിക്കനുസരിച്ച് ഒരു 3 ടേബിൾ സ്പൂൺ വരെ സുർക്കൊക്കെ ചേർക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ കുക്കർ 3 വിസിലടിച്ച് ഫ്ലെയിം ഓഫാക്കി അതിനുള്ളിലെ പ്രഷർ മുഴുവൻ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഇത്രയും ഗ്രേവി തരി പോലും വെള്ളം ചേർക്കാതെ തന്നെ ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ബീഫ് വരട്ടാം. അതിനുവേണ്ടി ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണയും ചൂടായാൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ഞാൻ തരിതരിപ്പോട് കൂടെയാണ് കേട്ടോ അരച്ചെടുത്തത്. ചതച്ചിട്ടും അല്ല, എന്നാലും നല്ലോണം പേസ്റ്റ് പോലെ അരച്ചിട്ടുമില്ല. ഇത് നമുക്ക് നന്നായി ഒന്ന് മൂപ്പിക്കാം. ഇപ്പം ഈ അരപ്പിൻ്റെ റോസ്മെല്ലാം മാറിയിട്ട് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്തിട്ട് അതിലെ വെള്ളം മുഴുവനായിട്ട് വറ്റിച്ചെടുക്കണം. നമുക്ക് പൊറാട്ടയിൽക്കൊക്കെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കറി നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റി വയ്ക്കാം. ഞാൻ പൊതി പൊറാട്ട കൂടി ആക്കുന്നത് കൊണ്ട് അതിലേക്ക് എന്തായാലും കുറച്ച് ഗ്രേവി വേണം. അതുകൊണ്ട് കുറച്ച് ഗ്രേവി ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ കൂടെ വേറൊരു ഐറ്റം കൂടെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്താണെന്നറിയോ? ബീഫിൻ്റെ കൂടെ പഴംപൊരി. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? പക്ഷെ നേന്ത്രപ്പഴം വാങ്ങിക്കാൻ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഉണ്ടാക്കാഞ്ഞത്. ഇപ്പോൾ ഒരുപാട് പേര് ആ കോമ്പിനേഷൻ വീട്ടിലുണ്ടാക്കിയിട്ടും ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്.
അപ്പോൾ കുറേ ആയി റെസ്റ്റോറൻറ്റിലൊക്കെ അന്വേഷിക്കുന്നു കഴിക്കാനായിട്ട്, പക്ഷേ എവിടുന്ന് കിട്ടിയില്ല. പിന്നെ അത് വീട്ടിലുണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നേന്ത്രപ്പഴം വാങ്ങിക്കാൻ കിട്ടിയില്ല. ഇൻഷാ അല്ലാ ആ ഒരു കോമ്പിനേഷൻ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഗ്രേവി പകുതിയോളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് ബാക്കി ഗ്രേവി കൂടെ ഒന്ന് വറ്റിക്കാം. ഞാൻ ബീഫ് കൂടുതലായി ഡ്രൈ ആക്കിയിട്ട് വരട്ടിയെടുക്കുന്നില്ല കേട്ടോ. പൊതി പൊറോട്ടയിൽ ബീഫ് അത്ര ഡ്രൈ ആവുന്നത് ചിലപ്പോൾ നന്നായിരിക്കില്ല. കാരണം പൊറോട്ട നന്നായി ഗ്രേവിയിൽ കുതിർന്നിരിക്കണമെങ്കിൽ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് വേണമല്ലോ അല്ലേ ബീഫ് വരട്ടാൻ. ഇപ്പോൾ ഏകദേശം കറിയൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ കറിവേപ്പിലയും 3-4 പച്ചമുളക് കൂടെ നടുക്കീറിയത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡിയായി. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ തൊലി കളഞ്ഞ് കിട്ടിയാൽ പിന്നെ കുക്കിംഗ് പ്രോസസ്സൊക്കെ വളരെ ഈസിയാണ്. ബീഫ് കുറച്ച് നേരത്തെ ഒന്ന് വേവിച്ചിട്ടാൽ മാത്രം മതി. സത്യത്തിൽ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരില്ലെങ്കിൽ ചുവന്നുള്ളിയൊക്കെ കുറച്ച് അധികം തൊലി കളയാൻ ഒരു പണി തന്നെയാണല്ലേ. ഇനി നമുക്ക് പൊതി പൊറോട്ട ഉണ്ടാക്കാം. അതിനായിട്ട് വാഴയില നല്ലോണം കഴുകി ബർണറിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ കറി ഒന്ന് ലീക്ക് ആവാതിരിക്കാൻ ഒരു ചെറിയ കഷ്ണം വാഴയില കൂടെ വെച്ചുകൊടുക്കാം. അതിന് മുകളിലായിട്ട് 2 പൊറോട്ട വെച്ചുകൊടുക്കാം. ഇനി പൊറോട്ടയുടെ മുകളിൽ നമ്മൾ മാറ്റി വെച്ച ഗ്രേവി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വരട്ടി വെച്ച ബീഫും ഇട്ടെടുക്കാം. അതിന് മുകളിലായിട്ട് സബോള അരിഞ്ഞത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് കവർ ചെയ്യാം. ഇനി ഒരു പാൻ ചൂടാക്കി നമ്മൾ മടക്കിയ ഭാഗം, അതായത് പൊതിയുടെ മുകൾ ഭാഗം അടിയിലാവുന്ന തരത്തിൽ വെച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം മൂടി വെക്കാം. പൊറോട്ടയൊക്കെ നന്നായി ചൂടായി ഗ്രേവിയിൽ നന്നായി കുതിർന്ന് വരണം. ആ വശം നന്നായി ചൂടായാൽ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം കൂടെ മൂടി വെക്കാം. ഇത് വേണമെങ്കിൽ സ്റ്റീം ചെയ്തിട്ടും റെഡിയാക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ പൊതി പൊറോട്ടയും ഇവിടെ റെഡിയായി. ഞാൻ ഇതുപോലെ 3 പൊതി പൊറോട്ട ഉണ്ടാക്കി. വാഴയില നന്നായി വാടിയ ആ ഫ്ലേവറും പിന്നെ ബീഫ് വരട്ടിയ ആ ഗ്രേവിയിൽ കുതിർന്നിട്ടുള്ള ആ പൊറോട്ടയും ഒക്കെ കൂടി ഒരുമിച്ചാകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ പഴംപൊരി ഉണ്ടെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ കൂടെ ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതുവരെ കഴിച്ചിട്ടില്ലെങ്കിലും കഴിച്ചവർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇൻഷാ അല്ലാ അടുത്ത ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.